കുഞ്ഞുട്ടിച്ചായൻ എന്നാ ഈ നേരത്ത് കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടം വല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്. ഇല്ല, വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. അയാളാണ്. ആണോ? ആയിരിക്കും, ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്കപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ആ ചാണ്ടിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ട. എന്നാ ചോദിച്ചേ? ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലിന്ന്. ഏയ്, അത് ചാണ്ടിച്ചാനായിരിക്കത്തില്ല. എന്ന് ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനേച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുവാ. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടതുവാ. മൂക്കറ്റം തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം.